മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച്. കമ്മീഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ്. കേസിൽ കക്ഷി ചേരാൻ മുനമ്പം നിവാസികൾക്ക് അനുമതി നൽകി കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് അടക്കം നൽകിയ ഹർജികൾ സുപ്രീം കോടതിയിൽ. ഹർജികൾ കോടതിയിൽ പരാമർശിച്ച് കപിൽ സിബൽ. ഉച്ചയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. നിയമം കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാമെന്ന കേന്ദ്രവാദം ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ്. മാസപ്പടി കേസിൽ SFIOയ്ക്ക് നോട്ടീസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. നടപടി SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്ന CMRL ഹർജിയിൽ. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും നോട്ടീസ്. CMRLന്റെ 2 ഹർജികളിലും ബുധനാഴ്ച വാദം. പാലക്കാട് മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അലന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം നാളെ. അമ്മയുടെ ചികിത്സാ ചെലവേറ്റെടുക്കുമെന്ന് സർക്കാർ. മുണ്ടൂരിൽ പ്രതിഷേധം തുടരുന്നു. മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയിട്ടും വനം വകുപ്പ് അറിയിച്ചില്ലെന്ന് നാട്ടുകാർ. വീഴ്ച പരിശോധിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. CBI അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ അവസാന ഘട്ടത്തിലെന്ന് ഹൈക്കോടതി. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീനാഥ് ഭാസി. ഹൈക്കോടതിയിൽ ഹർജി നൽകി. പിടിയിലായ തസ്ലീമ സുൽത്താനയെ പരിചയമുണ്ടെന്ന് നടൻ ഹർജിയിൽ. കഞ്ചാവ് വേണോ എന്ന് ചോദിച്ച് ഏപ്രിൽ 1 വിളിച്ചിരുന്നു. കളിയാക്കിയതാണെന്ന് കരുതി വെയിറ്റ് ചെയ്യാൻ മറുപടി നൽകി. ആരാധികയാണെന്ന് പറഞ്ഞതിനാൽ നമ്പർ സേവ് ചെയ്തെന്നും നടൻ. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ RSS ഗണഗീതം പാടിയതിൽ കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അന്വേഷണ ചുമതല നൽകി ദേവസ്വം ബോർഡ്. പാടിയത് ദേശഭക്തി ഗാനമെന്നും പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ്. ആശാസമരത്തിൽ സർക്കാരിന് അനുകൂല നിലപാടെടുത്തതിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് KPCC താക്കീത്. ചന്ദ്രശേഖരന്റേത് ഗുരുതര അച്ചടക്ക ലംഘനം. സർക്കാരിന് സഹായകരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്നും KPCC. ആശാവർക്കർമാരുമായുള്ള തൊഴിൽ മന്ത്രിയുടെ ചർച്ച വൈകിട്ട്. കാസർഗോഡ് 4-ാം മൈലിൽ 4 പേർക്ക് വെട്ടേറ്റു. ഒരാളുടെ നില ഗുരുതരം. അക്രമത്തിൽ കലാശിച്ചത് പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം. അക്രമികൾ ലഹരിക്കടിമകളെന്ന് പരിക്കേറ്റു.